ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത് വറുത്തരച്ച കോഴിക്കറിയാണ്. ഇതിനായിട്ട് ഞാനിവിടെ 2 കിലോ ചിക്കൻ ചെറുതായി ഞുറുക്കി കഴുകി വൃത്തിയാക്കി എടുത്ത് വെച്ചിട്ടുണ്ട്. 3 സവാള ചെറുതായി അരിഞ്ഞത്, ഇത് നീളത്തിൽ അരിഞ്ഞാലും കുഴപ്പമില്ല. വലിയൊരു കഷ്ണം ഇഞ്ചി ചെറുതായി അരിഞ്ഞത്, 4 വെളുത്തുള്ളി ചെറുതായി അരിഞ്ഞത്, 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 2 തക്കാളി, 5 പച്ചമുളക്. ഇനി വറുത്തരയ്ക്കാനായിട്ട് ഞാനിവിടെ 4 കപ്പ് തേങ്ങ എടുത്തിട്ടുണ്ട്. പെരുംജീരകം 1 ടേബിൾ സ്പൂൺ, ഏലക്ക 10 എണ്ണം, ഗ്രാമ്പൂ 5 എണ്ണം, ചെറിയൊരു കഷ്ണം ജാതിപത്രി, ഒരു വലിയ കഷ്ണം പട്ട, 1/2 ടേബിൾ സ്പൂൺ കുരുമുളക്. ഇതിനു പകരം ഗരം മസാല എടുത്താലും കുഴപ്പമില്ല. എട്ട് ചുവന്നുള്ളി നീളത്തിൽ അരിഞ്ഞത്, 2 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ, 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി. ഇവിടെ ഞാൻ മല്ലിപ്പൊടി എടുത്തേക്കണ സ്പൂണ് നിറയാണ്. ഇനി താളിക്കാനായിട്ട് എണ്ണ വേണം. ഇതെപ്പോഴും വെളിച്ചെണ്ണയിൽ ഉണ്ടാക്കുവാണെങ്കിൽ അതായിരിക്കും കൂടുതൽ ടേസ്റ്റ്. കടുക് 1 ടീസ്പൂൺ, ചുവന്നുള്ളി ഒരു 6 എണ്ണം ചെറുതായി അരിഞ്ഞത്, വറ്റൽമുളക് 7 എണ്ണം, കറിവേപ്പില, ഉപ്പ് ആവശ്യത്തിന്. ആദ്യം തന്നെ നമുക്ക് ചിക്കൻ വേകാൻ വെക്കാം. അതിനായിട്ട് പാനിലേക്ക് ചിക്കൻ ഇട്ടിട്ട് സവാള, ഇഞ്ചി, വെളുത്തുള്ളി, മഞ്ഞൾപ്പൊടി, പച്ചമുളക്, തക്കാളി. ഇതിലേക്ക് കുറച്ച് ഉപ്പ് ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് നമുക്ക് വേവിക്കാൻ വെക്കാം. ഇതിലേക്ക് നമുക്ക് ഒരു 1/2 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. പിന്നെ വേണമെങ്കിൽ പിന്നീട് ചേർക്കാം. ചിക്കനിൽ നിന്ന് വെള്ളം ഇറങ്ങുകയും ചെയ്യും. ഇനി ഇത് വേവിക്കാൻ വെക്കാം. ഇനി നമുക്ക് തേങ്ങ വറുത്തെടുക്കാം. ഇത് തീ കുറച്ചിട്ടിട്ട് വേണം വറുത്തെടുക്കാൻ. അപ്പോൾ ഇതിലേക്ക് ഉള്ളിയും കൂടെ ഇട്ട് ഇതൊരു മീഡിയം തീയിലിട്ട് പതുക്കെ മൂപ്പിക്കണം. ഇതിൻ്റെ ഇടയ്ക്ക് ചിക്കൻ നോക്കി ഇളക്കി കൊടുക്കുകയും വേണം. ഇപ്പോൾ തേങ്ങ നന്നായിട്ട് മൂത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ എടുത്തു വെച്ച ഗരം മസാലയ്ക്കുള്ള സാധനങ്ങൾ ഇടാം. ഇനി ഇത് നന്നായിട്ട് ചൂടായി കഴിയുമ്പോൾ നമുക്ക് പൊടികൾ ഇടാം. തീ നന്നായിട്ട് കുറച്ച് വെക്കണം, അല്ലെങ്കിൽ കരിഞ്ഞു പോകും. നന്നായിട്ട് പച്ചമണം മാറി കഴിയുമ്പോൾ നമുക്ക് ഇത് വാങ്ങി തണുക്കാൻ വെക്കാം. നന്നായിട്ട് ആറി കഴിയുമ്പോൾ കുറച്ച് വെള്ളം കൂടി കൂട്ടി നന്നായിട്ട് അരച്ചെടുക്കാം. ഇപ്പോൾ തേങ്ങ തണുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് നമുക്ക് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം. ഇപ്പോൾ തേങ്ങ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ചിക്കനിലേക്ക് ചേർക്കാം. ചിക്കൻ ഇപ്പോൾ ഒരു 3/4 വേവായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് അരച്ചു വെച്ച തേങ്ങ ചേർക്കാം. ഈ സമയത്ത് വെള്ളം ആവശ്യമെങ്കിൽ നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി മൂടി വെച്ച് വേവിക്കാം.
ഇപ്പോൾ ചിക്കൻ വെന്തിട്ടുണ്ട്, എണ്ണയെല്ലാം തെളിഞ്ഞു വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് താളിക്കാം. എണ്ണ ചൂടാകുമ്പോൾ അതിലേക്ക് കടുക് ഇട്ട് കൊടുക്കാം. കടുക് പൊട്ടിക്കഴിയുമ്പോൾ അതിലേക്ക് ഉള്ളി ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് വറ്റൽമുളക് ഇട്ട് കൊടുക്കാം. കറിവേപ്പില ഇടാം. വറുത്തരച്ച ചിക്കൻ കറി റെഡി ആയിട്ടുണ്ട്.